നല്ലപോലെ എല്ലാം ഇനി തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് കട്ട്ലേറ്റാണ്. കട്ട്ലേറ്റിന് ചേർക്കാനായിട്ട് 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ എടുത്തിട്ടുണ്ട്. ഇത് അടുപ്പത്ത് വെക്കാം. കുക്കർ അടുപ്പത്ത് വെക്കാം. ഇതൊരു 5 വിസിൽ വരുന്നവരെ ഇത് വേവിച്ചെടുക്കാം. 5 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കുമ്പോൾ തുറന്ന് നോക്കാം. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ കളഞ്ഞിട്ട് തൊലി കളഞ്ഞ് ഉടച്ചെടുക്കാം. ഇനി കട്ട്ലേറ്റിനുള്ള ബീഫ് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ 1/2 കിലോ ബീഫ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് 5-6 തവണ കഴുകിയെടുത്തതാണ്. നമ്മളിത് വെന്തതിന് ശേഷം മിക്സിയിൽ മിക്സ് ചെയ്തെടുക്കാനുള്ളതായതുകൊണ്ട് ഒത്തിരി ചെറുതാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട്ലേറ്റിന് ബീഫ് എടുക്കുമ്പം എല്ലില്ലാത്ത ബീഫ് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു സവോള എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ സവോള ഇഞ്ചിയും ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇത് വേവിക്കാൻ വെക്കാം. ഇനി കുക്കർ അടച്ച് വേവിക്കാൻ വെക്കാം. കുക്കർ അടുപ്പത്ത് വെക്കാം. ഇനി ഒരു 5 വിസിൽ വരുന്നവരെ ഇത് വേവിച്ചെടുക്കാം. പല ബീഫിനും പല വേവാണ്. 5 വിസിൽ വെന്തിട്ടില്ലെങ്കിൽ 1-2 വിസിലൂടെ അടുപ്പിക്കുക. കട്ട്ലേറ്റിന് ബീഫ് ഒരുപാടങ്ങ് വെന്ത് പോകരുത്. ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് 2 സവോള എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഈ കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ആദ്യം സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. പച്ചമുളകും ഇഞ്ചിയും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കല്ലിലിട്ട് ചതച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. 5 വിസിൽ വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് തവി കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ബീഫിൻ്റെ അകത്ത് കുറച്ച് വെള്ളമുണ്ട്. ഇത് പറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കാം. ഗ്യാസ് ഓൺ ആക്കാം. വെള്ളമൊക്കെ പറ്റി ഡ്രൈ ആയി വരുന്നുണ്ട്. നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കാം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാതെ നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്.
ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ബീഫൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് ഇതുപോലെ ആക്കിയെടുക്കാം. ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. ഇതും ആയിട്ടുണ്ട്. ഇനി സവോളയൊക്കെ വഴറ്റാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. പാത്രം ചൂടായി വരുമ്പം ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അധികം വേണ്ട. അധികമായി പോയാൽ കട്ട്ലേറ്റ് ഉരുട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ശരിയാവത്തില്ല. അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ബീഫ് വേവിച്ചപ്പോൾ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് സവോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് വഴറ്റിയെടുക്കാം. സവോള ആയി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഗോൾഡൻ കളറൊന്നും ആവണ്ട. ഇനി ഇതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം, പൊടികളുടെ പച്ചമണം മാറുന്നത്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും പെരിഞ്ചീരകവും കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേവിച്ചടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് തണുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിതുപോലെ ബോൾ പോലെ ആക്കിയിട്ട് റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ള കോട്ടിങ് തയ്യാറാക്കാം. കട്ട്ലേറ്റിൻ്റെ കോട്ടിങ്ങിനായിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ഉടച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. കട്ട്ലേറ്റിൻ്റെ കോട്ടിങ്ങിനായിട്ട് ഞാൻ റസ്ക് പൊടിയാണ് എടുക്കുന്നത്. അതിനായിട്ട് ഒരു 8-10 റസ്ക് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് 2-3 റസ്ക് വീതം ഇട്ട് പൊടിച്ചെടുക്കാം.
എന്നാൽ മാത്രമേ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ റസ്കൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെക്കാം. പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേനും ഓരോന്നെടുത്ത് ഈ മുട്ടയുടെ കോട്ടിങ് മുക്കിയതിന് ശേഷം ഈ റസ്ക് പൊടിച്ച് വെച്ചതിൻ്റെ അകത്ത് മുക്കിയെടുക്കാം. ഇതുപോലെ കോട്ട് ചെയ്ത് ഓരോന്നെടുത്ത് വെക്കാം. ഇത് ഓരോന്നെടുത്ത് വെക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേനും ഓരോന്നെടുത്ത് മുട്ടയുടെ കോട്ടിങ് മുക്കിയിട്ട് റസ്ക് പൊടിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം കോട്ട് ചെയ്തെടുക്കാം. ഞാൻ കുറച്ചെണ്ണം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് സൈഡും തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. സൈഡായി വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. രണ്ട് സൈഡും ആയി വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് എടുക്കാം. ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. എണ്ണയിൽ നിന്ന് എടുക്കാം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കട്ട്ലേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.